ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മെസ്സേജ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഈ കോവിഡ് സമയത്ത് ഓക്സിജൻ്റെ ലഭ്യത വളരെ കുറവായിട്ട് നമ്മൾ കാണുന്നുണ്ട്, ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എങ്ങനെ ഓക്സിജൻ ഉണ്ടാക്കിയെടുക്കാം, അത് നമുക്ക് ശ്വസിക്കുന്ന ഓക്സിജൻ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത്. ഈ കോവിഡ് സമയത്ത് നമുക്ക് ഈ ഒരു മെസ്സേജ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ഉപകാരമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഓക്സിജൻ കോൺസെൻട്രേറ്റഡ് മെഷീനുള്ള ഒരുപാട് വീടുകളുണ്ട്. അവരുടെ മെഷീൻ ഡാമേജായി കിടക്കുന്നുണ്ടാവും, എങ്ങനെ ഉപയോഗിക്കാൻ കഴിയാതെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങിയ മെഷീനായിരിക്കും. അപ്പോൾ ഈ മെഷീൻ എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാനും അതുപോലെ തന്നെ നമുക്കൊരു ഓക്സിജൻ കോൺസെൻട്രേറ്റഡ് മെഷീൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളെ മുന്നിലേക്ക് നിന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഒന്ന് കുറച്ച് PVC പൈപ്പുകൾ വേണം, അതുപോലെ തന്നെ ജിയോലൈറ്റിൻ്റെ ജിയോലൈറ്റ്, പിന്നെ സിലിക്ക ജെൽ, അതുപോലെ തന്നെ സോളിനോയിഡ് വാൾവ്. ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ പറ്റുന്ന, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഓക്സിജൻ കോൺസെൻട്രേറ്റഡ് മെഷീൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ കറക്റ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് സ്വന്തം വീട്ടിൽ തന്നെ നിർമ്മിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഈ നമ്മൾ ഓക്സിജൻ കോൺസെൻട്രേറ്റഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഈ ഉണ്ടാക്കുന്ന ഈ മെഷീനായിട്ട് നമുക്ക് ഒത്തിരി സാധനങ്ങൾ ആവശ്യമുണ്ട്. അപ്പം സാധനങ്ങൾ ഓരോന്നിനായിട്ട് പരിചയപ്പെടുത്താം. നമ്മൾ PVC പൈപ്പാണ് അതിന് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ജിയോലൈറ്റിൻ്റെ ആണ്, ജിയോലൈറ്റ് ക്രിസ്റ്റലാണ് വേണ്ടത്. അതുപോലെ തന്നെ മോയ്സ്ചർ കണ്ടൻറ്റിനെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിലിക്ക ജെല്ലും വേണം. അപ്പോൾ ഈ ജിയോലൈറ്റ് ക്രിസ്റ്റൽ നമുക്ക് കെമിക്കൽ സ്റ്റോറുകളിൽ നിന്നും ഓൺലൈനിൽ നിന്നും നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ അതിന് വേണ്ടത് ന്യൂമാറ്റിക് പൈപ്പുകൾ, ന്യൂമാറ്റിക് വാൾവ്, ന്യൂമാറ്റിക്കിൻ്റെ ഫിറ്റിങ്സുകളും സാധനങ്ങളും. അപ്പോൾ ഇതിന് നല്ലൊരു സ്റ്റാൻഡ് വേണം. ഈ സ്റ്റാൻഡ് സെറ്റാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഞാൻ കാണിക്കാൻ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം, എങ്ങനെ സ്റ്റാൻഡ് ഉണ്ടാക്കും. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന ചേമ്പേഴ്സ് റെഡി ആയിട്ടുണ്ട്. അതിൽ 2 ചേമ്പേഴ്സിൽ നമ്മൾ ജിയോലൈറ്റും ഒരു ചേമ്പറിൽ സിലിക്ക. ഈ സിലിക്കയിൽ നടക്കുന്ന അറ്റ്മോസ്ഫിയറിലുള്ള വെള്ളത്തിന്റെ ഹ്യൂമിഡിറ്റി എന്ന് വെച്ചാൽ വെള്ളത്തിന്റെ ഇത് കുറക്കാൻ വേണ്ടിയിട്ടാണ്, ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്സിജനായിട്ട് കൂടി കഴിയുമ്പോൾ നമുക്ക് വെള്ളത്തിന്റെ അംശം കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കിപ്പോ 2 ചേമ്പറിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ജിയോലൈറ്റ് നടക്കാം. അത് കഴിഞ്ഞ് ഇതിൽ സിലിക്ക ചേരും. അപ്പോൾ ഇതിലിപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്ത PVC പൈപ്പാണ്. ഈ PVC പൈപ്പിൻ്റെ ഒരു ഫിൽറ്റർ ജിയോലൈറ്റ് ക്രിസ്റ്റലാണ്. അപ്പോൾ താഴത്തേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഫിൽറ്ററുകൾ യൂസ് ചെയ്യുന്നുണ്ട്.
നമ്മൾ പറഞ്ഞിട്ടുള്ള ഓക്സിജൻ കോൺസെൻട്രേറ്റഡ് മെഷീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെഷീൻ നല്ല ഭംഗിയോടുകൂടി നമുക്ക് ചെയ്തെടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്ന 3 ചേമ്പേഴ്സാണ് ഇതിനുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് സിലിക്ക ജെല്ലും, ഒന്ന് സിയോലൈറ്റ് ക്രിസ്റ്റലും, അതുപോലെ തന്നെ മറ്റൊരു സിയോലൈറ്റ് ക്രിസ്റ്റലിൻ്റെ 3 ചേമ്പേഴ്സാണ് ഉണ്ട് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിന് ഒരു ഓക്സിജൻ റിസർവോയർ ടാങ്കും ഉണ്ട്. അപ്പോൾ ഈ ഒരു മെഷീൻ നമ്മൾ വർക്കിംഗ് എങ്ങനെയെന്ന് വെച്ചാൽ, ഈ ഒരു മെഷീൻ്റെ ആദ്യം ഓക്സിജൻ എയർ ഇതിലൂടെ കടത്തിവിടും. ഈ എയർ കടത്തിവിട്ട എയർ ഇതിൻ്റെ സിലിക്ക ക്രിസ്റ്റലിലൂടെ പാസ് ചെയ്തിട്ട് ഈ സോളിനോയിഡ് വാൾവ് വഴി ഇത് ഫസ്റ്റ് ഈ സിലിണ്ടറിലേക്ക് പോകും. ഈ സിലിണ്ടറിൽ ഇവിടെ സിയോലൈറ്റ് ക്രിസ്റ്റലുള്ളത്. ഇതിൽ നിന്നിട്ട് ഓക്സിജനെ സെപ്പറേറ്റ് ചെയ്തിട്ട് മുകളിൽ ടാങ്കിലേക്ക് എത്തും. മറ്റു വാതകങ്ങളെ താഴത്തേക്ക് പോകും. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഈ ഒരു എയർ ഈ സ്വിച്ച് ഓണാവും. ഈ സ്വിച്ച് ഓണാകുന്ന നേരത്തെ എന്ത് ചെയ്യും, ഈ സിയോലൈറ്റ് ക്രിസ്റ്റലിലൂടെ പാസ് ചെയ്തിട്ട് ഇവിടെ ഈ ചേമ്പറിലേക്ക് ഓക്സിജൻ അറിയും. അപ്പോൾ എന്നിട്ട് ഇത് നമ്മൾ ഒരു ഓക്സിജൻ്റെ ലെവൽ അറിയാൻ വേണ്ടിയിട്ട്, എത്ര ഫ്ലോൻ്റെ ലെവൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇൻഡിക്കേഷന് വേണ്ടിയിട്ട് വെച്ചതാണ്. അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഒരു റിലേ ആണിത്. 2 വേയിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസോ രീതി. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ സിസോ രീതിയിലാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പം ആദ്യം ഈ ഒരു സിലിണ്ടർ വർക്ക് ചെയ്ത് ഇതിലൂടെ എയർ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കട്ട് ഓഫ് ആയിട്ട് അടുത്ത ചേമ്പറിലേക്കാണ് പോകുന്നത്. അത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡോങ്കിൾ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇതിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു മെഷീനാണ് ഈ ഓക്സിജൻ കോൺസെൻട്രേറ്റർ മെഷീൻ. അപ്പോൾ ഈ ഒരു മെഷീനെ നമുക്ക് എങ്ങനെ സ്വന്തം രീതിയിൽ, ഈ കോവിഡ് പ്രതിസന്ധിയുള്ള നേരത്തെ നമുക്ക് എങ്ങനെ സ്വന്തം രീതിയിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നായിരുന്നു നമ്മളത്. അപ്പോൾ അത് നിങ്ങൾക്കും നമുക്ക് ആർക്കാണെങ്കിലും, അതുപോലെ തന്നെ നമുക്കിത് ഇൻഡസ്ട്രിയൽ പർപ്പസിന്, ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഓക്സിജൻ്റെ സിലിണ്ടറുകളും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഇൻഡസ്ട്രിയൽ ഈ ചെറുത് സെറ്റാക്കിയാൽ പോരാ, കുറച്ചും കൂടി വലിയ സിലിണ്ടറും വലിയ ചേമ്പേഴ്സും സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഇൻഡസ്ട്രിയലിലും നമുക്ക് സെറ്റാക്കാൻ കഴിയും ഈ ഓക്സിജൻ കോൺസെൻട്രേറ്റഡ് മെഷീൻ. ഈ ഓക്സിജൻ കോൺസെൻട്രേറ്റഡ് മെഷീൻ എന്ന് വെച്ചാൽ ഈ ഓക്സിജൻ ജനറേറ്ററിനെ പോലെയല്ല. ഓക്സിജൻ കോൺസെൻട്രേറ്റർ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള ഓക്സിജനെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ പ്യൂരിറ്റിയോട് കൂടി ഓക്സിജനെ സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മൾ സേവ് ചെയ്തിട്ട് നമുക്ക് ശ്വസിക്കാനാണെങ്കിലും മറ്റ് ഇൻഡസ്ട്രിയൽ പർപ്പസിനാണെങ്കിലും നമുക്ക് ഇത് ഏകദേശം ഒരു 80% നമുക്ക് ഓക്സിജൻ്റെ പ്യൂരിറ്റി നമുക്ക് ലഭിക്കും ഈ ഒരു മെഷീനിൽ. നമ്മൾ എത്രയാണോ സിയോലൈറ്റിൻ്റെ ക്രിസ്റ്റലിൻ്റെ കണ്ടൻറ്റ് കൂട്ടുന്നത് അത്രയും നമുക്ക് ഓക്സിജൻ്റെ പ്യൂരിറ്റി നമുക്ക് കൂട്ടാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വർക്കിങ്ങിലേക്ക് നമുക്ക് പോയാലോ? ഓക്കെ, അപ്പോൾ ഇത് വർക്കിംഗ് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഒരു 12 വോൾട്ടിൻ്റെ ഒരു SMS ആണ് ഇതിന് യൂസ് ചെയ്തത്. ഒരു സാധാരണ 12 വോൾട്ടിൻ്റെ 5 ആമ്പിൻ്റെ SMS ആണ്. 6 സോളിനോയിഡ് വാൾവ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ 6 സോളിനോയിഡ് വാൾവിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യത്തെ റിലേ ഓണാകുന്ന നേരത്തെ, ഇത് റിലേ സർക്യൂട്ടാണ്, ഇതിൽ 2 റിലേ വരുന്നുണ്ട്. ആദ്യത്തെ റിലേ ഇതെങ്ങനെ വർക്കിംഗ് ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം ഈ കാണുന്ന സ്വിച്ച് ഓണാവും, അത് കഴിഞ്ഞ് ഈ സ്വിച്ച് ഓണാവും, അത് കഴിഞ്ഞ് ഈ സ്വിച്ച് ഓണാവും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഒരു സിസോ ഈ രീതിയിലൊരു സിസോയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ രീതിയിലുള്ള മറ്റൊരു ഇതാണ് വർക്ക് ചെയ്യുന്നത്, ഒരു ആംഗിളിൽ അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സിസോ മാതിരിയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയാലോ? അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ചെറിയൊരു ശബ്ദം കേൾക്കാം. അതെന്ന് വെച്ചാൽ ഈ റിലേ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം ഈ സിലിണ്ടർ വർക്ക് ചെയ്യും, ഈ സിലിണ്ടർ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്തത് ഈ സിലിണ്ടറാണ് വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വർക്ക് ചെയ്യുന്നത് കാണാം ഓക്സിജൻ്റെ ലെവൽ. ഇത് നമ്മൾ ഒന്നും കൂടി ഇതിൻ്റെ സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി ഈ ഒരു ജമ്പിങ് ഇത് നമുക്കെന്താ വെച്ചാൽ ഇതിൻ്റെ ടാങ്കിൻ്റെ അളവ് വളരെ കുറവാണ് ഇതിൽ കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ടാങ്കിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ട് എത്തുന്ന എയറിന് അപ്പോഴത്തും തന്നെ എന്ത് ചെയ്യാണ്, കഴിഞ്ഞു പോവാണ്. അപ്പോൾ അത് നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഒന്നും കൂടി വലുതാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു കറക്റ്റ് ലെവലിൽ പോകുന്ന നമുക്കിപ്പോൾ ഓക്സിജൻ വരുന്ന കാണാം. ഈ പ്യൂരിറ്റിയോട് കൂടി വരുന്ന ഈ ഓക്സിജൻ്റെ അളവ് കാണാം. ഏകദേശം ഇതുണ്ട്, ഓക്സിജൻ വരുന്നുണ്ട് ഏകദേശം. അപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഓക്സിജൻ കോൺസെൻട്രേറ്റർ മെഷീൻ്റെ ഒരു മിനിയേച്ചർ മോഡലാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ഇപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് സംശയങ്ങൾ ആൾക്കാർക്ക് ഉണ്ടാവും. നമ്മുടെ സ്വന്തം വീട്ടിലുള്ള തന്നെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ മെഷീൻ ഒരുപാട് ആൾക്കാരുടെ വീടുകളിലുണ്ടാവും, ഈ സുഖമില്ലാത്ത ആൾക്കാർ. അതൊക്കെ വർക്കിംഗ് അല്ലാത്ത രീതിയിലൊക്കെ വീട്ടിൽ കിടക്കുന്നുണ്ടാവും. അതിൽ സംബന്ധമായിട്ടുള്ള എന്ത് കംപ്ലയിൻറ്റും കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ എന്നോട് ചോദിക്കുക, ഇതിൽ കമൻറ്റ് ചെയ്യുക. നന്നാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ നന്നാക്കാൻ പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാം.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ ഇനിയും ഇതുപോലെ തന്നെ പുതിയ ഐഡിയാസും കാര്യങ്ങളും ഞാൻ ഈ ചാനലിൽ കൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇനി എന്താണ് പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ടത്, പുതിയ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു ഇന്ന മെഷീനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്ന് പറയുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് നമ്മൾ പഠിച്ചെടുത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം.